അനന്തപുരി ഭക്തി നിർഭരമായി തുടരുന്നു. പ്രധാന രാജവീതികളിലെല്ലാം പൊങ്കാല നിവേദിക്കാനുള്ള വീട്ടമ്മമാരും സ്ത്രീജനങ്ങളും അടക്കിക്കഴിഞ്ഞു. ആറ്റുകാൽ പൊങ്കാല ഹൃദയത്തിലേറ്റിയ അനന്തപുരി ഇപ്പോൾ ഏറ്റവും തിരക്കേറിയ കവടിയാറിലെ രാജ്ഭവന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം പ്രവിതാലക്ഷ്മി ചേരുകയാണ്. പ്രവിതാലക്ഷ്മി, ഇപ്പോൾ നമ്മൾ കാണുന്ന ആകാശ ദൃശ്യങ്ങൾ അതിമനോഹരം. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്ന പോലെ ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ത്രീജനങ്ങളാണ് എല്ലാം ആറ്റുകാലിന് അമ്മയ്ക്ക് അർപ്പിക്കാൻ വേണ്ടി ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. അല്പസമയത്തിന് ഏതാണ്ട് 10-15 പണ്ടാരടുപ്പിൽ തീ പകരും. അതോടെ ആറ്റുകാൽ പൊങ്കാലയുടെ നിവേദ്യത്തിന് നിർമ്മാണത്തിലേക്ക് നമ്മുടെ ഈ ഭക്തജനങ്ങൾ കടക്കും. പ്രവിതാലക്ഷ്മി പറയും. ഗുഡ് മോർണിംഗ് അഗൈൻ എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്ഭവന് മുന്നിലാണ്. അപ്പോൾ ഗവർണർ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥർ പറഞ്ഞത് അദ്ദേഹം ഡൽഹിയിലാണെന്നാണ്. പക്ഷേ എന്നാലും രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഭക്തർക്കായിട്ടുള്ള സൗകര്യമെല്ലാം ഒരുക്കിയിട്ടുണ്ട്, കുടിവെള്ളം ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇവിടെ ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. രാജ്ഭവനിന് മുന്നിലെ ആ കാഴ്ച അത് പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. കാരണം എല്ലാ പൊങ്കാല നാളുകളിലും ഈ തരത്തിലാണ് ഇവിടെ ഈ പൊങ്കാല അർപ്പിക്കാനുള്ള ചുടുകട്ടയും ഒപ്പം മൺകലങ്ങളും ഒക്കെ ആയി ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്താറ്. കാരണം ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചൂടിനൊരു ആശ്വാസമുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ. കാരണം നിറയെ തണൽ മരങ്ങളാണ്. അപ്പോൾ ആ തണൽ മരങ്ങൾക്ക് അടിയിൽ അഭയം പ്രാപിച്ചുകൊണ്ടാണ് ഇവിടെ പൊങ്കാല അർപ്പിക്കാനായി നിരവധി ഭക്തരെത്തിയിരിക്കുന്നത്. അവരെല്ലാം നൈവേദ്യം അർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും മൺകലങ്ങൾ ചുടുകട്ടയ്ക്ക് മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്ന അതേസമയം തന്നെ ഇവിടെയും തീ പകരാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇതെവിടെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചി എവിടുന്നാ വരുന്നേ? ശാസ്താംകോട്ട. എങ്ങനെയുണ്ട് ഒരുക്കങ്ങളൊക്കെ? കുഴപ്പമില്ല, നല്ല. എന്താ ഇന്ന് ഉണ്ടാക്കുന്നത്? ഇന്ന് തെരളി, പിന്നെ പുറ്റ്. അങ്ങനെ എന്തെങ്കിലും നേർന്നിട്ടാണോ വന്നത്? അതെ, തെരളി അർപ്പിക്കാമെന്ന്. അപ്പൊ ആ തെരളി അർപ്പിക്കാനാണ് ആ ചേച്ചി ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വിവിധ പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. സാധാരണ മൺകലത്തിലാണെങ്കിൽ ചിലരൊക്കെ അതല്ലാതെയുള്ള പാത്രങ്ങളിലും ഇങ്ങനെ പൊങ്കാല അർപ്പിക്കാനായി കൊണ്ടുവന്നിട്ടുണ്ട്, വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം തന്നെ ഇങ്ങനെ കുട്ടികൾ ഉൾപ്പെടെ പൊങ്കാല അർപ്പിക്കാൻ അമ്മമാരോടൊപ്പം എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന നല്ല ഒരു ജീവിതമാകണം എന്നുള്ളതാണ്. ദേവിക്ക് സർവ്വതവും അർപ്പിച്ച്, അതായത് മന്ത്ര ഉച്ചാരണങ്ങളോടെ സർവ്വതും അർപ്പിച്ചുകൊണ്ടാണ് ഇവരെല്ലാം പൊങ്കാല അർപ്പിക്കാനായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അമ്പലത്തിൽ നിന്ന് കുറച്ച് മാറിയാണ്, ശരിക്കും പറഞ്ഞാൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് അകലെയാണ് ഈ സ്ഥലം. എന്നിട്ട് പോലും അവർക്ക് പൊങ്കാല അർപ്പിക്കാനായി ആറ്റുകാലിലേക്ക് എത്താൻ കഴിയാത്തവരാണല്ലോ ഇങ്ങനെ നിരന്തരം നീണ്ട് കിലോമീറ്റർ. അപ്പോൾ സ്മിത ഹരിദാസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. സ്മിത, ചടങ്ങുകൾ ആരംഭിക്കുന്നതിന്റെ ലക്ഷണമായിട്ടാണോ ഈ പുണ്യാകം തളിക്കുന്നത്? വിവരങ്ങൾ. അതെ, ശുദ്ധപുണ്യാഹം എന്ന പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ക്ഷേത്രത്തിനകത്തു നിന്ന്, ശ്രീകോവിലിൽ നിന്ന് തളിക്കാൻ ഇങ്ങോട്ടേക്ക് മേൽശാന്തിയും തന്ത്രിയും എല്ലാം എത്തിയിരിക്കുന്നു. ആ പ്രധാനപ്പെട്ട ആ ഒരു ചടങ്ങിന് ശേഷമാണ് അടുപ്പുവിട്ട് ചടങ്ങുള്ളത്. അപ്പോൾ ഇത്രയും നേരം എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. സമയം കൃത്യം 9:45 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ശുദ്ധപുണ്യാഹം എന്ന ചടങ്ങ്, അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു നേരത്തെ തന്നെ. ഇനി ആ ചടങ്ങ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. ചടങ്ങിന് ഇപ്പോൾ ക്ഷേത്രത്തിനകത്തു നിന്ന് പുണ്യാഹം കൊണ്ടുവന്ന് തളിക്കുന്നു. അങ്ങനെ ശുദ്ധപുണ്യാഹം എന്ന ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ അടുപ്പുവെട്ട് എന്നാണ് അതിന് പറയുക. അപ്പോൾ പൊങ്കാല നിവേദ്യത്തിന് മുൻപായി അടുപ്പുവെട്ട് ഏറ്റവും പ്രധാനമാണ്. അത് ക്ഷേത്രത്തിനകത്തു നിന്നുള്ള അഗ്നി തന്നെയാണ് കൊണ്ടുവരിക. പഞ്ചഭൂതങ്ങളായ ജലം, വായു, ഭൂമി എല്ലാം കൂടി ചേർന്ന്, പഞ്ചഭൂതങ്ങൾ ചേർത്ത് സമൃദ്ധിയുടെ, അതുപോലെ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം, ദുരിതങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടാനുള്ള എല്ലാ പ്രാർത്ഥനകൾക്കും ഒടുവിലാണ് ഇവിടേക്ക് എല്ലാ ഭക്തജനങ്ങളും കൂടി എത്തുന്നത്. അപ്പോൾ അവർ കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. പ്രത്യേകിച്ച് എത്തിയിട്ടുള്ള അതിഥികളെല്ലാവരും തന്നെയുണ്ട്. കേന്ദ്രമന്ത്രിയുണ്ട്, സംസ്ഥാനത്ത് മന്ത്രി വി എൻ വാസവനുണ്ട്, കെ മുരളീധരൻ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എല്ലാവരും തന്നെ, എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, അത്രയ്ക്ക് എല്ലാ തവണയും ഇതുപോലെ നമുക്ക് കാണാം. അതൊരു മനോഹരമായ കാഴ്ചയാണ്. യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളോ അതൊന്നും തന്നെ ആറ്റുകാൽ അമ്മയുടെ കാര്യത്തിൽ ഇവർക്കില്ല എന്നുള്ളത് കൗതുകകരമാണ്, അതുപോലെ സന്തോഷം നൽകുന്നതാണ്. ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ് ഈ അടുപ്പുവെട്ട് ചടങ്ങിനായി. അതേസമയം തന്നെ ഒരേ സമയം തന്നെ ഇവിടെ നിന്നുള്ള അറിയിപ്പ്, കതിനകളുടെ ഘോഷം, ആ സമയത്ത് ആ ശബ്ദം കേൾക്കുമ്പോൾ
എല്ലാവരും തന്നെ അവരവരുടെ അടുപ്പുകളിലേക്ക് തീ പകരും. അപ്പോൾ പൊങ്കാല നിവേദ്യത്തിനുള്ള തുടക്കമാകും. അത് പിന്നീടുള്ള മണിക്കൂറുകൾ അവർക്ക് ക്ഷേത്ര ദർശനത്തിനുള്ളതാണ്. അപ്പോൾ ശുദ്ധ പുണ്യാഹം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, ആ ചടങ്ങ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. തോറ്റമ്പാട്ട് നിലച്ചിരിക്കുന്നു. ഇപ്പോൾ താൽക്കാലികമായി പാണ്ഡ്യരാജാവിൻ്റെ വധം അവിടെ എത്തിയപ്പോൾ തോറ്റൻപാട്ട് നിർത്തി. അപ്പോഴാണ് ശുദ്ധ പുണ്യാഹത്തിനുള്ള പുണ്യാഹവുമായി ക്ഷേത്രത്തിനകത്തു നിന്ന് മേൽശാന്തി ഇങ്ങോട്ടേക്ക് എത്തിയത്. ആ ചടങ്ങും ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചടങ്ങിനായി എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുകയാണ്. സ്മിത ഹരിദാസാണ് നമുക്കൊപ്പം ചേർന്നത്. പണ്ടാരടുപ്പിലേക്ക് 10:15 തീ പകരും. അപ്പോൾ അതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഔദ്യോഗികമായി തുടക്കമാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 40 ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.